ഈ സ്ട്രഗ്ലിംഗ് പീരീഡും അതുപോലെ തന്നെ ഫ്രസ്ട്രേഷനിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ പലപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് പരമാവധി നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. എനിക്ക് പറയാനുള്ളത്, ആ സമയത്ത് ഒരിക്കലും നമ്മൾ വളരെ ഒന്നും ചെയ്യാതെ വളരെ ലേസി ആയിട്ടിരിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. വേണമെങ്കിൽ അതൊരു പുതിയ സ്കില്ല് പഠിക്കുന്നതാവാം, എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നതാവാം. അതായത് കുറച്ചും കൂടെ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. പ്രശ്നങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടാവും, ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും, വെല്ലുവിളികൾ ഉണ്ടാവും, സ്ലീപ്ലെസ് നൈറ്റുകൾ ഉണ്ടാവും. അത്രയും നമ്മൾ ചിലപ്പോൾ മെന്റലി ടയർഡായിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ആ സമയത്ത് നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരുന്നാൽ, എന്തെങ്കിലുമൊക്കെ പുതിയൊരു സ്കില്ല് നമ്മൾ പഠിച്ചാൽ ഡെഫിനറ്റ് ആണ് ആ ഒരു കാലഘട്ടത്തിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. ആ കാലഘട്ടത്തിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ കാലഘട്ടത്തിനെ നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആണ് നമുക്കൊരു പുതിയ ഫോർച്യൂൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നം വരും, അതോടുകൂടി എൻ്റെ ജീവിതം അവസാനിച്ചു, ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. ഒരിക്കലുമല്ല. അതൊരു കുറച്ച് കാലഘട്ടം മാത്രമാണ്. അത് കഴിയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും കാര്യങ്ങൾ മാറി.